കോഴിക്കോട് DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദ സന്ദേശം റിപ്പോർട്ടറിന്. ആശുപത്രി ആവശ്യങ്ങൾക്ക് ചോദിച്ചിട്ട് പോലും പണം നൽകിയില്ല. 75 ലക്ഷത്തോളം രൂപ സൊസൈറ്റിയിൽ നിന്നും കിട്ടാനുണ്ട്. തന്നെ വണ്ടിയിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും വടകര പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. BJP നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കാണ് ശബ്ദ സന്ദേശം അയച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു നോട്ടീസ് വന്നു. ഈ സൊസൈറ്റി പോയിട്ട് നിങ്ങൾ പൈസ കണക്കൂട്ടി മേടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കാണിച്ചിട്ട് പൈസ തന്നില്ല. മൂന്നാമത് എനിക്കൊരു നോട്ടീസ് വന്നു. എന്തും പറഞ്ഞ് നിങ്ങൾ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ നടപടിക്കും ശുപാർശ ചെയ്യുന്നുണ്ട് സർക്കാരിനോട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പൈസ തരാനുള്ള സമയം എന്നും വെച്ചിട്ടല്ല ഒരു നോട്ടീസ് എനിക്ക് സർക്കാരിന് അയച്ചു. ആ സർക്കാരിന് ഇപ്പോൾ ഒരു 10-20 ദിവസം മുമ്പാണ് ആ നോട്ടീസ് ഞാൻ അവർക്ക് എഴുതി. എനിക്ക് എൻ്റെ പൈസ വമ്പിച്ച നഷ്ടമായിരുന്നു വരുത്തി. ഈ കടത്തനാട് സൊസൈറ്റീനെ കൊണ്ട് ഒന്ന് ബൗണ്ട് വകയിൽ എനിക്കൊരു 28 ലക്ഷം ഉറുപ്പ്യൻ്റെ മേലെ ഉണ്ടാവും തരിക. പിന്നെ ബിനീഷിൻ്റെ വകയിൽ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ മാക്സിമം എനിക്ക് തരാമെന്ന് പറഞ്ഞ കണക്ക് നോക്കിക്കൊണ്ടെങ്കിൽ ഒരു 10-15 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുക്ക് അതുണ്ടാവും. പിന്നെ 22 ലക്ഷം ഉറുപ്പ്യൻ്റെ ചെക്ക് കോടതിയിൽ പോയാൽ, ആ 3 ചെക്ക് കോടതിയിൽ പോയാൽ അതിൽ എനിക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ 22 ഒരു 2-3 ലക്ഷം ഉറുപ്പ്യ എനിക്ക് ചിലവ് വന്നിക്ക്, നഷ്ടം വന്നിക്ക്. അങ്ങനെ ആ പൈസയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 75 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അടുക്ക് എനിക്ക് ഈ സ്ഥാപനം ഇന്നത്തെ കണക്കിന് തരേണ്ടി വരും. ഇനിയിപ്പോൾ എനിക്കെന്ത് മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, ബിനീഷ്, പിന്നെ മജീദ്, ഇവരെല്ലാം പൂർണ്ണ ഉത്തരവാദിയായിരിക്കും. പിന്നെ കമ്പനി 97,000 ഉറുപ്പ്യ എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഈ സൊസൈറ്റിൻ്റെ പൈസ കണക്കൂട്ടി കമ്പനി ഉത്തരവാദിയാണ്. ഈ മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കടലാസും ഞാൻ സർക്കാരിലേക്ക് ഹാജരാക്കി കൊടുത്തിട്ട് ഒരു നീതി വടകര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു നീതി കൂടി കിട്ടിയില്ല. ഇബ്രാഹിം ഹാജി മരിക്കും മുൻപ് തനിക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നതായി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ സ്ഥിരീകരിച്ചു. താൻ മരിച്ചാൽ ഈ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു. ഗുരുവായൂരിൽ ആയിരുന്നതിനാൽ സന്ദേശം കേൾക്കാൻ വൈകിയെന്നും പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് ചില വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു. അതിനകത്ത് ഞാൻ ഒരുപക്ഷെ ഇല്ലാതാവുകയാണെങ്കിൽ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം, അധികാരികളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇബ്രാഹിം ഹാജി നടത്തിയിട്ടുള്ളത്. രാവിലെ 10:30 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം പെട്രോൾ ഒഴിച്ച് ഈ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്ന സുധീർ കുമാറിൻ്റെ വീട്ടിൽ ചെന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നത്. ആ 10:30 മണിക്ക് അദ്ദേഹം തീ കൊടുക്കുന്ന ശേഷം 9:30 മുതൽ എനിക്ക് വോയിസ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഗുരുവായൂരിൽ ഒരു ഫംഗ്ഷനിലായതുകൊണ്ട് ആ സമയത്തൊന്നും തന്നെ മൊബൈൽ നോക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം അയച്ച മെസ്സേജുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനിടെ ഇബ്രാഹിം ഹാജിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പിന്നീട് ഇബ്രാഹിം ഹാജിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കോട്ടയുള്ള പർബത്ത് ജുമാ മസ്ജിദിൽ സംസ്കരിക്കുകയും ചെയ്തു. ശരത്ത് SS കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ശരത്ത്, നോക്കൂ, 75 ലക്ഷം രൂപയാണ് ഈ മനുഷ്യൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ സമ്പാദ്യമാണ്. സ്വന്തം ആശുപത്രി ചെലവിന് പോലും അത് ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ ശബ്ദ സന്ദേശം അത് വളരെ നിർണായകമായ തെളിവായി മാറുകയാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന വ്യക്തികളുടെ, അധികൃതരുടെ വിശദീകരണം എന്താണിപ്പോൾ? ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണെന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് കടത്തനാട് ലേബർ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് 75 ലക്ഷം രൂപ തിരികെ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഇബ്രാഹിം ഹാജി ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത് തിരികെ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, വാഹനം കയറ്റി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. ബഷീർ എന്നയാളാണ് അത്തരമൊരു കൃത്യത്തിന് ശ്രമിച്ചത്. വടകര ടൗണിൽ വെച്ച് തനിക്ക് നേരെ ബൊലേറോ വാഹനം ഉപയോഗിച്ച് തന്നെ
കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കം ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം വടകര പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ല എന്നും അദ്ദേഹം ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പലതവണ പരാതി നൽകി, പക്ഷേ തനിക്ക് അനുകൂലമായ രീതിയിലല്ല പോലീസ് ഇടപെട്ടത് എന്നടക്കം ഈ സന്ദേശത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു വെക്കുന്നുണ്ട്. BJP നേതാവായ പ്രഫുൽ കൃഷ്ണയ്ക്കാണ് ഇത്തരമൊരു ഓഡിയോ സന്ദേശം അയച്ചിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ഗുരുവായൂരിലായതുകൊണ്ട് തന്നെ ഓഡിയോ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് പ്രഫുൽ കൃഷ്ണ പറഞ്ഞത്. പിന്നീട് നോക്കിയ സമയത്താണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം തനിക്ക് ലഭിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായത്. എന്തായാലും ഇപ്പോൾ അതുൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ കടത്തനാട് ലേബർ സൊസൈറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പ്രധാനമായും ഈ ശബ്ദ സന്ദേശം. ഒപ്പം CPIM ഈ വിഷയം എന്തായാലും കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും ആയുധമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദി കോൺഗ്രസും മുസ്ലിം ലീഗും ആണ് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. MV ഗോവിന്ദൻ ഇന്നിപ്പോൾ ഇബ്രാഹിം ഹാജിയുടെ ബന്ധുക്കളൊക്കെ തന്നെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. ഒപ്പം മൃതദേഹം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള പള്ളിയിൽ ഖബറടക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഖബറടക്കം ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും കൃത്യമായ അന്വേഷണത്തിന് ശക്തമായ തെളിവുകൾ ബാക്കി വെച്ചാണ് ഇബ്രാഹിം ഹാജി മടങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണം കൃത്യമായ വഴിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.